ഇതിപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു അൺബോക്സിങ് വീഡിയോ ആണ്. ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് റെഡ്മിയുടെ ലേറ്റസ്റ്റ് മോഡലായ റെഡ്മി നോട്ട് 9 ആണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ നമുക്കിനി അൺബോക്സ് ചെയ്യുന്നത് ചെറിയ ബോക്സ് ഉണ്ട്. ഇവിടെ ഫോൺ ഇവിടെ ഉണ്ട്. ബൂട്ട് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇതിലൊക്കെ ബോക്സിൽ എന്താണെന്ന് നോക്കാൻ പറ്റും. ഒരു 18 വോട്ടിന്റെ അഡാപ്റ്റർ ഉണ്ട്. ഒരു സി ടൈപ്പ് ഡാറ്റ കേബിൾ. ഇതൊക്കെ നമ്മൾ ഫോൺ വിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഈ ഒരു വേരിയന്റ് വരുന്നത് 4GB റാമും 120GB ഇന്റേണലാണ്. ഇതിന് റേറ്റ് വരുന്നത് 15,000 രൂപയാണ്. ഇതിന് റേറ്റ് വരുന്നത് നമ്മുടെ കയ്യിൽ കാണുന്നത് ആർട്ടിഫൈറ്റ് കളറാണ് നമ്മുടെ ഇരിക്കുന്നത്. നെക്സ്റ്റ് അമ്മേന്റെ ക്യാമറ പറ്റി പറയാവുന്നത്, ഇതൊരു 4 ക്യാമറ ഉണ്ട്. എന്റെ ബാക്ക് ക്യാമറ വരുന്നത് 48 MB മെയിൻ ക്യാമറ, 8 MB അൾട്രാ വൈഡ്, 2 MB മാക്രോ, 2 MB ഡെപ്ത്. ഇങ്ങനെ 4 ക്യാമറ ഉണ്ട് എന്റെ ബാക്ക് ക്യാമറ വന്നത്. ഇനി എന്റെ ഫ്രണ്ട് ക്യാമറ പോയി കഴിഞ്ഞാൽ 13 MB ഒരു സിംഗിൾ സെൽഫി ക്യാമറ ഇട്ടാണ് എന്റെ ഫ്രണ്ട് ക്യാമറ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ പ്രൊസസ്സർ നോക്കി കഴിഞ്ഞാൽ ഇത് മീഡിയ ടെക്കിന്റെ ഹീലോ G85 ആ ഒരു പ്രൊസസ്സറാണ് വരുന്നത്. മെയിൻ ആയിട്ട് ഒരു ഗെയിമിങ് ആ ഒരു ലെവലിലേക്കുള്ള ഒരു പ്രൊസസ്സറാണ് കൊടുത്തേക്കുന്നത്. സ്നാപ്ഡ്രാഗന്റെ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ അതിന് ഹീലിയോ മീഡിയ ടെക്കിന്റെ പ്രൊസസ്സറാണ് വന്നേക്കുന്നത് G85. നെക്സ്റ്റ് ഇതിന്റെ ഡിസ്പ്ലേ നോക്കി കഴിഞ്ഞാൽ ഇതൊരു 6.53 ഇഞ്ച് ഡിസ്പ്ലേ, ഫുൾ എച്ച് ഡിസ്പ്ലേ വരുന്നത്. നമ്മുടെ ഗോറില്ല ഗ്ലാസ് 5 ആണ് ഇതിന് വന്നേക്കുന്നത് ഡിസ്പ്ലേക്ക്. പിന്നെ നെക്സ്റ്റ് ബാക്ക് നോക്കി കഴിഞ്ഞാൽ ബാക്ക് പ്ലാസ്റ്റിക് ആണത്. ഒരു 3 ഷെയ്ഡ് ആയിട്ടാണ് വന്നേക്കുന്നത്. ആർട്ടിക് വൈറ്റ് ആണ് കളർ, പക്ഷെ ഇത് 3 ഷെയ്ഡ് ആയിട്ടാണ് അടിയിൽ നിന്ന് മുകളിലേക്ക് വന്നേക്കുന്നത്. പിന്നെ നെക്സ്റ്റിന് ബാക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഫിംഗർ പ്രിന്റ് ബാക്കിലായിരുന്നത്. നമ്മുടെ പ്രോവിന്റെയും മാക്സിന്റെയും ഇവിടെ പവർ ബട്ടണിൽ തന്നെയാണ് നമ്മുടെ ഫിംഗർ പ്രിന്റ് വരുന്നത്. പക്ഷെ ഇതിന്റെ പോയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കിൽ തന്നെയാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ്. നമുക്ക് സൈഡ് പാനലും പ്ലാസ്റ്റിക് തന്നെയാണ് ഇതിന്റെ ഒരുമിച്ച് ഒറ്റതായിട്ട്. ഇവിടെ പവർ ബട്ടൺ ഉണ്ട്, ഇവിടെ വോളിയം ബട്ടൺ, അതിനുള്ള നമ്മുടെ റിമോട്ട് കൺട്രോളിങ്, ഇവിടെ സിമ്മിന്റെ, അതുപോലെ തന്നെ ബാക്കില് നമ്മുടെ ഹെഡ്സെറ്റിന്റെ ജാക്ക്, അതുപോലെ തന്നെ സി ടൈപ്പ് ചാർജിന്റെ ജാക്ക്, പിന്നെ സ്പീക്കർ. അതൊക്കെയാണ് നമ്മുടെ പുറത്തുള്ള ഓവറോൾ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ. നെക്സ്റ്റ് നമ്മൾ ബാറ്ററി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു 5000 mAh ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. ഓവറോൾ ആയിട്ട് കുഴപ്പമില്ലാത്തൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. പിന്നെ 22.5 ഫാസ്റ്റ് ചാർജിങ്ങിന്റെ ഇൻബോക്സും കാര്യങ്ങളും ഇതിനുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബാറ്ററി കപ്പാസിറ്റി ഇനി കൊടുത്തിട്ടുണ്ട് കമ്പനി. നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ സിമ്മിന്റെ സൈഡ് നോക്കി കഴിഞ്ഞാൽ ഇതൊരു ഡ്യൂവൽ സിം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇത് രണ്ടും 4G വോൾട്ടാണ് യൂസ് ചെയ്യാൻ നമുക്ക്. പിന്നെ അതുപോലെ തന്നെ മെമ്മറി കാർഡിന്റെ മാക്സിമം സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 512GB ആണ്. SD കാർഡിന്റെ മാക്സിമം സ്റ്റോറേജ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയതിൽ. ഇതിപ്പോ നമുക്കിനി ചെറിയ ബോക്സ് നോക്കാം എന്തൊക്കെ ഉള്ളത്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ സിം ഇഞ്ചക്ഷന്റെ പിന്നുണ്ട്, നമ്മുടെ ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ കിട്ടുന്ന പോലെ നമ്മുടെ ട്രാൻസ്പെറന്റ് റബ്ബർ കേസ്. അപ്പൊ നമുക്കൊന്ന് ഇട്ടോക്കാം. ഇപ്പം ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ റെഡ്മി നോട്ട് 9 സീരീസ് ഫോണിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഡീറ്റെയിൽസും അറിയാനുണ്ടെങ്കിൽ ഇത് നമ്മൾ മേടിച്ചത് നമ്മുടെ മൈജി ഷോറൂമിൽ നിന്നാണ്. നമ്മുടെ അങ്കമാലുള്ള മൈജി ഷോറൂമിൽ നിന്നാണ് നമ്മൾ മേടിച്ചത്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വിളിച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാവുന്നതാണ്.
ഗൈസ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോണിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പോൾ ഇതിന്റെ കുറച്ചുകൂടി കൂടിയ മോഡലായ പ്രോയിന്റെയും മാക്സിന്റെയും വീഡിയോ ഞാൻ എൻ്റെ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും, കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കയറുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ. In the crossfire